കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് കസവും മുണ്ടുകളാട്ടോ. സെറ്റ് മുണ്ടും അതുപോലെ തന്നെ പൊതമുണ്ട്, പിന്നെ കസവും മുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കളറ് മങ്ങിയിട്ട് ആകെ പഴഞ്ചനായി. അപ്പോൾ ഈ സാധനം നമുക്ക് പഴയ കോടി കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൂത്രമുണ്ട്. അധികം പൈസ ചിലവൊന്നുമില്ലാതെ ഇതിൻ്റെ മങ്ങലൊക്കെ മാറ്റി ആ കോടി കളറ് തന്നെ ഇതിന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് വളരെ നിസ്സാര സാധനം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അതെന്താണെന്ന് കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സവാളത്തൊലി വേണം. അപ്പോൾ സവാളത്തൊലി എടുക്കുമ്പോൾ ചീഞ്ഞ സവാളയൊന്നും എടുക്കരുത്. അതുപോലെ കറുത്ത പാടുകളുള്ള ഒരു സവാളയൊക്കെ കാണാറുണ്ടല്ലോ, ആ സവാളയുടെ തൊലി എടുക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഈ സവാളത്തൊലി എടുക്കുമ്പോൾ ചീഞ്ഞത് മാറ്റിക്കളയണം. അങ്ങനെയൊക്കെ ഉണ്ട്. എന്നിട്ട് കുറച്ച് സവാളത്തൊലി നമുക്ക് പൊടിച്ചെടുക്കാം. ഇതേതുപോലെയുള്ള കറുത്തതൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും സവാളത്തൊലി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാവും, അത് ഒന്ന് കഴുകിയെടുക്കാം. ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് തിരുമ്മി കഴുകിയെടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തേക്കണ തുണി മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തൊലി കഴുകിയത് ഇട്ട് കൊടുക്കാം. ഇനി തീ കത്തിക്കാം. ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, കുറച്ച് സമയമായുള്ളൂ ഇട്ടിട്ട്, അപ്പോഴത്തേക്കും കളർ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തിളയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പുറത്ത് നല്ല മഴയാട്ടോ, അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ശബ്ദം കേൾക്കാനുണ്ടാവും. എന്നിട്ട് കളർ നന്നായിട്ട് മാറുന്നവരെ ശരിക്ക് വെട്ടി തിളയ്ക്കണം. നമ്മൾ ചായയൊക്കെ തിളയ്ക്കുമ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളർ വരില്ലേ, അതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും. അതുവരെ ഈ തൊലിയിട്ട് തിളപ്പിക്കാം. ഇതെല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്ന കേട്ടോ. വേറെ പ്രത്യേകിച്ച് പൈസ ചിലവൊന്നുമില്ല. അപ്പോൾ ഈ വിദ്യ കൊണ്ട് നമുക്ക് നമ്മുടെ തുണികളൊക്കെ കോടി കളറ് വീണ്ടും കിട്ടാൻ പാകത്തിന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഒരുമാതിരി കളറെല്ലാം ഇളകിയിട്ടുണ്ട്. കണ്ടോ, കളർ അത്യാവശ്യത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കോരി മാറ്റാം. ഇതാ വെള്ളം നമ്മൾ തൊലിയെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു വലിയ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കണം തുണി മുക്കി കൊടുക്കാം. കണ്ടോ, മുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ കളറ് മാറി വരണത്. കണ്ടോ, ഇവിടെ കളർ മാറിയിട്ടുണ്ട്, ബാക്കി മുക്കാത്തോടത്തുള്ള കളറ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. പെട്ടെന്ന് കളർ പിടിക്കും ഇതിന്. ഈ സവാളത്തൊലിയുടെ ആ ഓടിൻ്റെ കളറ് ഈ തുണിക്ക് പിടിക്കും. അടുത്തതും കൂടി ഇതുപോലെ മുക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെ വെച്ചേക്കണം. നല്ല ചൂടാണ്. ഒരു 8-10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ ഒരു 10 മിനിറ്റ്. അതിന് ശേഷം നമുക്കത് പിഴിഞ്ഞെടുക്കാം. ഒരു 10 മിനിറ്റോളമായിട്ടുണ്ട്. ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കാം.
ഇനി നമുക്ക് ഇതൊന്ന് പശ മുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലോത്ത് കണ്ടീഷണറോ അല്ലെങ്കിൽ സ്റ്റിഫ് ആൻഡ് ഷൈനോ ഏതെങ്കിലും ഉപയോഗിച്ച് മുക്കാം നമുക്ക്, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ആയാലും മതി. ചവ്വരി വേവിച്ചത് അങ്ങനെ എന്ത് വെള്ളം കൊണ്ടാണെങ്കിലും നമുക്ക് തുണിക്ക് പശ കയറ്റാം. എന്നിട്ട് ഇത് മുക്കിയിട്ട് ഒരു 2 മിനിറ്റോളം അങ്ങനെ വെച്ചേക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചാണ് ആ തുണി നല്ലപോലെ കുടഞ്ഞ് ഇതിലേക്ക് മുക്കുക. ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യണതാണല്ലോ. അടുത്തതും കൂടി നമുക്ക് ഇതുപോലെ മുക്കി ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഇത് എടുത്തിട്ട് നമുക്ക് പിഴിഞ്ഞ് ഉണക്കാനിടാം. പിഴിയുമ്പോൾ ഒത്തിരി ഇതായിട്ട് പിഴിയണ്ട, കുറച്ച് പശ അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയാനേ പാടുള്ളൂ. നന്നായിട്ട് മുറുക്കി പിഴിയരുത്. നമുക്കിത് അഴയിൽ വിരിച്ചിടാം. ഇപ്പോൾ അഴയിൽ തുണി ഉണക്കാൻ വിരിച്ചിട്ടിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം ഉണങ്ങിയത് എടുത്തുകൊണ്ട് വന്നാണ്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് തേച്ച് മടക്കി വയ്ക്കാം. അപ്പോൾ ഇതാണ്, നല്ല കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തേച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടുള്ളൂ. ഇതാണ് നമ്മൾ കഴുകിയ തുണികൾ. അപ്പോൾ ഈ കോടി മങ്ങിയ കസവ് മുണ്ടുകളുടെ ആ കോടി കളർ വീണ്ടെടുക്കാൻ സവാളത്തൊലി വളരെ ഉപകാരപ്രദമാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.